ഹലോ മക്കളെ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോംപ്രിഹെൻഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എന്താണ് ഈ കോംപ്രിഹെൻഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ? അതായത് നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഏതെങ്കിലും ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ നിങ്ങൾ മസ്റ്റായിട്ടും ഇതെങ്ങനെ ക്രാക്ക് ചെയ്യുന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച ഏതെങ്കിലും പാഠത്തിൽ നിന്നുള്ള ഒരു പാസേജ് തന്നിട്ട് അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷേ മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു പാസേജ് തരും. നമുക്ക് ഇതുവരെ കാണാത്തൊരു പാസേജ് എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഫസ്റ്റ് തന്നെ ആ ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നേരെ എന്താക്കുക, ആ ഒരു പാസേജിലേക്ക് പോവുക. നോക്കാം, വേർ വാസ് ജോൺ ഗോയിങ് ടു, എവിടേക്കാണ് ജോൺ പോയിക്കൊണ്ടിരുന്നത്. 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് വായിക്കാൻ തുടങ്ങും. ഓക്കെ, അവനിങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കും. പിന്നെ ഓക്കെ പിന്നെ വൺ ഡേ ജോൺ വാസ് വാക്കിംഗ് ടു സ്കൂൾ. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ക്വസ്റ്റ്യൻ വായിച്ച് പിന്നീട് നമ്മൾ പിന്നെ ആ ഒരു പാസേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും. സോ ഇത് ജസ്റ്റ് എന്താക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താ ചെയ്ത് നോക്കാം. വാട്ട് ഹാപ്പൻ ടു വിക്കിക്ക് എന്താ സംഭവിച്ചത്? നമുക്ക് ഏതൊരു പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വിക്കിക്ക് എന്താ സംഭവിച്ചത് എന്നുള്ളത്. പിന്നെ അപ്പോൾ ജോൺ റാൻ ടുവേർഡ്സ് എ ബോയ് ടുവേർഡ്സ് ഹിസ് ഫ്രണ്ട്, ഹി വാസ് സീരിയസ്ലി ഹേർട്ട്, ജോൺ റഷ്ഡ് ടു നിയർ ബൈ ഷോപ്പ്. ഓക്കെ, അങ്ങനെ അവൻ എന്താക്കി ഫോളിങ് ഫ്രം ബൈസിക്കിളിൽ നിന്ന് വീണതാണ് ചെക്കൻ. ആ ഒരു ആൻസർ നമുക്ക് കിട്ടി. അങ്ങനെ തുടങ്ങിയിട്ട് ആൻസർ ചെയ്യണം. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, പിന്നെ ഇതുപോലെ ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ഹാക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും ഇന്ന് കൃത്യം 7 മണിക്ക് നിങ്ങൾക്ക് ലൈവ് ഉണ്ട്. മിസ് ചെയ്യരുത്. സെറ്റാക്കാം. നമ്മളെ ഫുൾ ടീം, ഇംഗ്ലീഷിന്റെ ഫുൾ ടീം നിങ്ങൾക്ക് വേണ്ടി സെറ്റാണ്. സോ മറക്കരുത്, കൃത്യം 7 മണി.